ഡിയാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിച്ചിറങ്ങി എന്റർപ്രണറായി മാറിയ ധാരാളം സ്റ്റുഡൻസ് ഉണ്ട്. അവരിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നല്ലൊരു സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മഹ്ഷൂഫിന്റെ അടുത്തേക്കാണ് ഈ ഒരു യാത്ര. പിന്നെ നമ്മൾ കൊടുവള്ളിയുള്ള ഫിക്സ്ഡ് കെയർ എന്ന് പറഞ്ഞ നമ്മുടെ മഹ്ഷൂഫിന്റെ സർവീസ് സെന്ററിലാണുള്ളത്. അപ്പൊ മഹ്ഷൂഫിനെ നമുക്ക് കാണാം. മഹ്ഷൂഫേ, ഓക്കെ, എങ്ങനെയുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. എത്രയായി നമ്മള് സർവീസ് സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ട്? അപ്പൊ ഏകദേശം 2 വർഷമായി. 2 വർഷമായി. ഓക്കെ, അപ്പൊ നമ്മള് ടെക്നീഷ്യൻ തന്നെ ആളായിരിക്കണോ അല്ലെ? മനത്ര ഇവിടെ കയറിയിട്ട് അവനിപ്പോ ഒരു വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു അല്ലെ? ട്രെയിനിങ് ഇവിടെ തന്നെ കൊടുത്തിരുന്നത്? ട്രെയിനിങ് ഇവിടെ വന്നതാണ്. ഓക്കെ, അതായത് നമ്മളെ സർവീസ് സെന്റർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് സ്വന്തം സർവീസ് സെന്റർ ഇട്ട് അവന്റെ കീഴിലേക്ക് തന്നെ നമ്മൾ പുതിയ ഒരാളെ അവിടെ തന്നെ അടുത്തൊരു സ്റ്റുഡന്റ് സർവീസ് സെന്ററിലേക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വിട്ടു. ആ ട്രെയിനിങ് കഴിഞ്ഞ് മഹ്ഷൂഫ് തന്നെ അവനോട് പ്ലേസ്മെന്റും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ എത്ര ആൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്? ഏകദേശം ഇപ്പോൾ ഡിയാറ്റിന്ന് 3ാമത്തെ ആളാണ്. 3ാമത്തെ ആള് 3 ആൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ആള് 2 മാസം കഴിഞ്ഞ് പോയി. 2ാമത്തെ ആള് ട്രെയിനിങ് കഴിഞ്ഞ് സൗദിയിലേക്ക് കയറി. 3ാമത്തെ ആളാണ്. ഓക്കെ, എന്തൊക്കെ മെഷീനറീസ് ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്? ഒരുവിധം നമ്മളെ ഗ്ലാസ് ചേഞ്ചിന്റെ മെഷീൻ വരുന്നുണ്ട്, ഐഫോണിന്റെ ബാക്ക് ഗ്ലാസ് ലേസറിംഗ് മെഷീൻ വരുന്നുണ്ട്, പിന്നെ ബാക്കി ഒരുവിധം എല്ലാ ടൂൾസും ഉണ്ട്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മളെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അതൊക്കെ കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള സെറ്റുകളാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ അല്ലെ? സർവീസ് ചെയ്ത് കഴിഞ്ഞതാണ്. കുറെ ഫോണുകൾ അഴിച്ചു വിട്ടിട്ടുണ്ടല്ലോ. അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഓക്കെ, ഈ ഒരു സർവീസ് സെന്ററിൽ നിർത്തണ്ട, എണ്ണവും കൂടട്ടെ. ഒരുപാട് സർവീസർമാർ ഇരുന്ന് ചെയ്യുന്ന വലിയ സർവീസ് സെന്ററുകളാണ് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ ഇനി നമുക്ക് അടുത്ത നമ്മുടെ സ്റ്റുഡന്റിന്റെ അടുത്തേക്ക് പോവാം.